ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് ഫൈനാൻസ് മോം. ഇന്ന് ഞാൻ ദുബായ് പോണ വീഡിയോ ആട്ടോ ഇടുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി അമർത്താം കേട്ടോ. അപ്പോൾ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൽ നമ്മൾ പോയി അവിടെ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇടുന്നത്. കാരണം അത് മുന്നേ വരെ ഭയങ്കര ടെൻഷനായിരുന്നു, എന്താണെന്നറിയില്ല. കാരണം ഇമ്മനായിട്ട് ഈ ഒരു സമയത്ത് പോണതല്ലേ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും കാണാൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഒരു ഹോട്ടൽ ആണ് എടുത്തിട്ടുള്ളത്. കാരണം കാർക്കാട് ഉപ്പാടെടുത്ത് പോയി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് വരുന്നല്ല. അപ്പോൾ റിസൾട്ട് നെഗറ്റീവായ ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉപ്പാടെടുത്ത് പോകും. അപ്പോൾ അതുവരെ ഞങ്ങൾ റൂമിൽ ബർഷയിലുള്ള മില്ലേനിയം ഹോട്ടലിലാട്ടാണ് താമസിക്കുക. അതിൻ്റെ ചെറിയൊരു വീഡിയോസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഇതാ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങളത് ലോഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിട്ട്. ഞങ്ങൾ എവിടേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഈ സമയമല്ലേ, അപ്പോൾ അത് കാരണം ഇങ്ങനെ ഇരുന്നു. അതിനാണ് ഫസ്റ്റൊന്നും മാസ്ക് ഇടാൻ സമ്മതിച്ചിരുന്നില്ല. പിന്നെ ഉറങ്ങിയപ്പോൾ ഇട്ട് ഫ്ലൈറ്റിൽ കയറിയിട്ട് ഇതാ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന വീഡിയോ ആണ്. എമിറേറ്റ്സ് ആയിരുന്നു. പിന്നെ അപ്പം തന്നെ ഞങ്ങൾക്ക് ഹൈജീൻ കിറ്റ് കൊടുന്നെന്ന് എല്ലാവർക്കും, എല്ലാ പാസഞ്ചേഴ്സും ട്രാവൽ ഹൈജീൻ കിറ്റാണ്. നല്ല ഉള്ളിൽ കുറേ സാനിറ്റൈസറും 3 സാനിറ്റൈസറും ഗ്ലൗസും മാസ്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് റൺവേയിലേക്ക് മൂവ് ചെയ്യുകയാണ്. അത് മൂവ് ചെയ്യുമ്പോൾ ഇതാണ് കേട്ടോ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഔട്ടർ ലുക്ക്. അപ്പോൾ അത് അയ്മനത് അവിടെ ഇരിക്കുന്നുണ്ട്. കരച്ചലിൻ്റെ വക്കത്തെ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ എപ്പോഴും മടി വെച്ചിട്ട് ലാപ്പും വെച്ചിട്ട് വരാറ്. പക്ഷേ ഇപ്പോൾ അവനക്ക് 2 years ആയ കാരണം സീറ്റ് ഉണ്ട്. അപ്പോൾ അതാ ഫ്ലൈറ്റുകളൊക്കെ ഇൻഡിഗോ, എയർ ഇന്ത്യ, ഡ്രീം ലൈനർ, സ്പൈസ് ജെറ്റ് ഒക്കെ ഇങ്ങനെ ഫ്ലൈറ്റുകളുണ്ട് കുറേ. അപ്പോൾ ഇതുവരെ ഞാൻ അൽഹംദുലില്ലാ ഞാൻ വരുന്ന വരെ ICA അപ്രൂവൽ ആയിട്ട് വന്നാൽ മതിയെന്ന്. പക്ഷേ ഇപ്പോൾ കുറേ റൂൾസ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാത്തത്. ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്ന കുറച്ച് ജർക്കിംഗ് ആണ്. പക്ഷേ അൽഹംദുലില്ലാ സേഫായിട്ട് ടേക്ക് ഓഫ് ചെയ്തും ലാൻഡ് ചെയ്തു. അപ്പോൾ ടേക്ക് ഓഫിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇടുന്നത്. കുറച്ച് ജർക്കായിട്ടുണ്ട്, സോറി ഫോർ ദാറ്റ്. ഇതാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴുള്ള എന്താ പറയുക, നല്ല എക്സൈറ്റഡും ആണ്. പക്ഷേ കുറേ ടെൻഷനുണ്ട് ഉള്ളിൽ. മെയിനായിട്ട് 6 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഉമ്മാനെയും സിസ്റ്റേഴ്സിനൊക്കെ വിട്ട് തന്നെ ടെൻഷനുണ്ട്. പക്ഷേ ഹാപ്പിയാണ്. താൽക്കാലത്തൊക്കെ വരുന്നത് ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഇതപ്പോൾ ടേക്ക് ഓഫ് ആയി. ഇതാണ് ആദ്യത്തെ ടെർമിനൽ 1. അത് കണ്ടില്ലേ. അപ്പോൾ ഇതാ ടേക്ക് ഓഫ് ആയി. അൽഹംദുലില്ലാ നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല ഇതുവരെ. അപ്പോൾ ഇതാ ഫുഡ് കിട്ടി, കുഴപ്പമില്ല, നല്ല ഫുഡ് ആയിരുന്നു. എല്ലാവരും പറഞ്ഞു ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് മേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു രക്ഷയില്ല. രാവിലെ 5:15 ഇറങ്ങിയതാണ് വീട്ടിൽ. അപ്പോൾ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ദുബായ് ബോർഡറിൽ ദുബായിക്ക് ലാൻഡിങ്ങിനുള്ള ടൈമിൽ ലാൻഡ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ അത്യാവശ്യം വാശിയുണ്ടായിരുന്നു. പിന്നെ ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് വന്നപ്പോഴാണ് പിന്നെ വീഡിയോ എടുക്കാമെന്നുള്ളൊരു മൈൻഡ് വന്നത് തന്നെ. ഇതപ്പോൾ മില്ലേനിയം അൽബർഷ ഹോട്ടലിലാണ് നിങ്ങൾ റൂം എടുത്തിട്ടുള്ളത് 10 daysന്. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പാടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതിന് നല്ല ഹാപ്പിയാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് അബ്ബനെ കണ്ട സന്തോഷം. പിന്നെ ഫ്ലൈറ്റിൽ അങ്ങനെ ഇരിക്കുമല്ലോ, ഞാൻ അങ്ങനെ പിടിച്ചു വയ്ക്കല്ലോ ഒന്നും മൂപ്പർക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ ഇപ്പോൾ നല്ല ഹാപ്പിയായി. ഓക്കെ ഫൈൻ, നല്ല രീതിയിലായി. അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ വ്യൂ. നല്ല സൂപ്പർ, നല്ല സർവീസും കാര്യങ്ങളൊക്കെ നല്ല ഹോട്ടലാണ്. എന്താ അയ്മന് അബ്ബ എടുത്തൊക്കെയാണ് അബ്ബാന്നാണ് അയ്മ വിളിക്കുക. അപ്പോൾ അബ്ബ എടുത്തൊക്കെയാണ്. അപ്പോൾ ഇതാണ് വ്യൂ ഹോട്ടലിനുള്ള.
ഇതിപ്പോൾ മെയിൻ റിസപ്ഷൻ്റെ ഭാഗമാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ട് തരാം ഈ ഒരു പോർഷൻ. മേലൊക്കെ നല്ല രസമുണ്ട്. കുറേ നല്ല ഇരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സ്പേസുകളുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ഹോട്ടൽ, അടിയിലുള്ള റെസ്റ്റോറൻറ്റ്. ഇത് റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് ലിഫ്റ്റ് ഇറങ്ങി റൂം തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ കുറച്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കണം. ഫ്രണ്ടിലോട്ട് നടന്നാലാണ് നമ്മളെ റൂമിൽ എത്തുക. ലിഫ്റ്റ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം എന്താ പറയുക, നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ ഞങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ടെൻഷനുണ്ട്. അപ്പോൾ ഇതാണ് റൂം. അത്യാവശ്യം നല്ല എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റൂമൊക്കെ എത്തിയപ്പോൾ ഓൾറെഡി ടയേർഡായി. കുറേ രാവിലെ എണീറ്റിട്ട് എയർപോർട്ടിലെത്തി അതുകൊണ്ട് കുറേ മിസ്സായ കാരണം നല്ല ടയേർഡാണ്. ഇനി റെസ്റ്റ് എടുക്കും. ഇതാണ് ഹോട്ടൽ ടോയ്ലറ്റ്. ഇതായിപ്പോൾ ഇതാ രാവിലെ അന്ന് ക്ഷീണമായി ഉറങ്ങി. എന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് ഇതാ വന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ഈ ഹോട്ടലിൽ. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ്. അപ്പോൾ അതിലുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ക്യാpuchino കോഫിയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ടീ ഉണ്ട്. ടീ തന്നെ പല ഫ്ലേവേർഡ് ഉണ്ട്. ഗ്രീൻ ടീ ഉണ്ട്, ജാസ്മിൻ ടീ ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ ടീസ് ഉണ്ട്, വെറൈറ്റീസ് ഓഫ് ടീ ഉണ്ട്. അപ്പോൾ ഓരോ ദിവസം 10 days ഉണ്ടല്ലോ, അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇത് കോൾഡ് മിൽക്കാണ്. അത് കോൺഫ്ലെക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. കോൺഫ്ലെക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് വെച്ചാൽ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതിലൊരു 4 വെറൈറ്റീസ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഓർഡർ ചെയ്യാം. അതായത് അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ്, കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ്, ഓറിയൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ്, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. അതിൽ ഞാൻ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസം വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഹണിയൊക്കെ ഉണ്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡിലൊക്കെ. അപ്പോൾ കുറേ തരം ബൺസും ബ്രെഡും ഒക്കെ ഉണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഗ് സ്ക്രാമ്പിൾഡ് ചെയ്തിട്ടുണ്ട്, സോസേജ് ഉണ്ട്, പിന്നെ ബീഫ് ഓർ ടർക്കി ബർഗർ ഉണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ നല്ല ടേസ്റ്റും ഉണ്ടെല്ലാം. എന്താ പറയുക, ഒരു വെറൈറ്റി ആയിരുന്നു. നമ്മളെപ്പോഴും അങ്ങനത്തെ ഒന്നും ട്രൈ ചെയ്യാറില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ നല്ല ഹാപ്പിയായി. റിസൾട്ട് രാവിലെ വന്നു, നെഗറ്റീവാണ്. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. ഐമൻ്റെത് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്തില്ല, നാട്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഐമൻക്ക് നെഗറ്റീവായിരുന്നു. ഞാൻ മാസ്ക് ഒന്നും ഇടാത്തതിന് കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. എൻ്റെ റിസൾട്ടും നെഗറ്റീവാണ്. ഇവിടെ വന്നപ്പോൾ നാട്ടിൽ നിന്നും നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ എല്ലാം നല്ല ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഇതുവരെ അൽഹംദുലില്ലായിട്ട് പോകുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.